ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭരണി വേലയ്ക്ക് പോയിരിക്കണം കേട്ടോ. ഭരണി വേല കഴിഞ്ഞിട്ട് കുറേ ആയിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കോലം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോലം ഇടണമെന്ന് പറഞ്ഞപ്പോൾ വേഗം പറ്റുന്ന ഡിസൈനിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പൂജ കഴിക്കണം കേട്ടോ. താഴെയൊക്കെ അതൊക്കെ ഞാനാണ് വരച്ചത് ഗൈസ്. കോലമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇത് താഴത്തൊക്കെ അവിടെ പൂജ കഴിക്കാനായിട്ട് റെഡിയാണ്. ഇത് കൊടുങ്ങല്ലൂർ അമ്മൻ്റെ ഒറേണ അങ്ങനെ ചിലങ്ക കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താ നീ ഇതാ ഒളിഞ്ഞിരിക്കുന്ന ചെക്കൻ അവന് ഓടുന്നു. വീഡിയോ ചമ്മതി ചോറുണ്ടോ? ഭരണി വേലയ്ക്ക് വന്ന എല്ലാവർക്കും വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവിടെ പാചകമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ അമ്പലത്തിൽ പൂജ കഴിക്കുകയാണ്. മുത്തിയമ്മ വന്നു. എൻ്റെ മുത്തിയമ്മ ബസ്നാ. നിങ്ങൾ ഇന്നലെ രാത്രി വരുമോ? നിങ്ങൾ എൻ്റെ ഫിഷ് കാണിച്ചാ ഇവിടെ എന്തൊരു വെള്ളമൊന്നും ആക്കിയിട്ടില്ല. ഇതില് പൊളിച്ചതാ. ഇത് എത്ര രൂപൻ്റെ ഫിഷാടാ? കുട്ടി ഫിഷൊക്കെ വളർത്തുകയാണ്. നിറയെ മീനുണ്ട് അല്ലേ അച്ചു? കാണിക്ക്. ഇതെന്താണ്? റെഡിന്റെ കുട്ടികളാണ്. ഏതാണ് എന്താ പേര്? ഇതിന്റെ കുട്ടിയും കാര്യങ്ങളൊക്കെ. ഇതിന്റെ കുട്ടിയോ? ഇതിന്റെ കുട്ടി. ഇവളെന്താണ്? ചന്തക്കാരി. എന്താണ്ട് ഇത്ര മാനക്കേട്? ഇവന് ഒന്നിക്കും എന്തോ ഒരു മാനക്കേടാന്നറിയോ? ഇവനാണ് മാനക്കേട്. ഇത് തോർത്ത് മുടിച്ചു. പാലക്കാട്ടിലല്ലേ? യെസ്, പാലക്കാട് ചിക്കൻ കറി. ഞങ്ങൾ ഇവിടുന്ന് കൊടുങ്ങല്ലൂര് പോവുകയാണ്. നമ്മുടെ പാലക്കാടൻ ചിക്കൻ, നാടൻ കോഴിയുടെ ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ അല്ലേ? പാലക്കാട് മാത്രമേ വെക്കൂ. ഇപ്പൊ ഞാൻ നമ്മുടെ സ്വന്തം മനു കാണുന്ന നമ്മുടെ യൂട്യൂബർ ധവനാണ്. അതു അബു സായു അശ്വത് അപ്പു മനു ചെറുത് കണ്ണാബി. റെഡി. ഡെവലപ്പ് ചെയ്ത പുതിയൊരാള് രേഷ്മ ചേച്ചി. ഇതാണ് നമ്മുടെ സ്വന്തം അവർമ്മ ജബർമ്മ. എന്താണ് പേര്? അനാമിക. ഇവിടെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഉച്ചയായില്ലേ. അപ്പം ഞാൻ മെല്ലെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട്. അപ്പം അച്ഛമ്മൻ്റെ അനിയത്തിയാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പോകുന്നത്. അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് ഇവിടെ. കൂറ കെട്ടുന്നത് എങ്ങനെ? കൂറ അണിയണത് എങ്ങനെ? ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ.
അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തമ്പുരാട്ടിക്ക് കൂറ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്ന എല്ലാവർക്കും ഇങ്ങനെ കൂറ് കിട്ടും, നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാരി ഉടുക്കുന്നതിനാണ് കൂറ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടുന്ന് 2 വെളിച്ചപ്പാട് പോകുന്നുണ്ട്. ഒന്ന് അച്ഛമ്മൻ്റെ അനിയത്തിയും ഇതൊരു അച്ഛമ്മയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ കാലിൽ എന്താ കിട്ടുകയെന്ന് എനിക്കറിയില്ല. അതിനെന്താ പറയുന്നത്, എന്താണ് ചിലങ്കിയോ അങ്ങനെ എന്തോ പറയുക, ചിലങ്കിയല്ല എന്തായാലും, എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ തന്നാരപ്പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് കേട്ടോ ചെറുതായിട്ട്. ഇത്ര നേരം കണ്ടത് തൊട്ടപ്പുറത്തെ അമ്പലത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും തന്നാരപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ, അച്ഛമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് അമ്പലം ഉണ്ടെന്ന്, അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ തന്നാരപ്പാട്ടൊക്കെ പാടിയിട്ട്. അവരൊക്കെ കൊടുങ്ങല്ലൂർ പോയപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് വന്നാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഹെവി ചൂടാണ് ഗൈസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്നേഹമുള്ള ആൾക്കാണ് കേട്ടോ, അത് പറയാൻ പാടില്ല. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ സർബത്ത് കുടിക്കാൻ വന്നിരിക്കുകയാണല്ലേ. സർബത്ത് കിടക്കും നിങ്ങളുടെ കൂടെ ചേച്ചാണ് ക്ലാസ് മതിയാ, കുറച്ച് എടുക്കാനാണ്. വേണ്ട 2 ഗ്ലാസ് കിട്ടി. ഇതാ നിങ്ങൾ 2 തള്ളമരുന്ന് അവള് നോക്ക് പറയുന്നു. സർവത്തൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ എല്ലാത്തിനും ഉണ്ട്. ഭസ്മം MLA ഓടി മരിയമ്മന്റെ ബന്ധുക്കാര് എന്ത് തേങ്ങ വെള്ളോ, തേങ്ങ വെള്ളോ അതുണ്ടാ. ഇപ്പം വേണ്ട ജ്യൂസ് കുടിച്ചോളൂ. തേങ്ങ വെള്ളം കള്ള എവിടേക്കാണ്? അച്ഛാ അമ്മ വിളിക്കുന്നു. പണിയല്ലേ, ഇതൊന്ന് പണിയല്ലേ? അമ്മിക്കൽ വീട്ടിലില്ലേ, അമ്മിക്കലില്ലേ അരക്കാൻ പറയും, അവള് തറക്കും ഇറക്കിയോ, ഇങ്ങനെ ഇറക്കിയോ, അമ്മിക്കല്ല ഇറക്കിയോ ചോദിക്കോ, അറിയോ അരക്കിയോ, ചമ്മന്തി അരക്കിയോ, ഡെയിലി ഓരോ ചമ്മന്തി ഉണ്ടാക്കണം. പുളി 10 കൊടുത്ത് ഞാനേ നിന്റെ ഭാര്യ അരച്ചിട്ട് ചമ്മന്തി തരിക. എന്റെ വലിയ മോളായാലും ശരി, ചെറിയ മോളായാലും ശരി. എന്റെ ഭാര്യ പറയുന്നത് എന്റെ ഭാര്യ ശരിയില്ല. എന്റെ മക്കളടുത്ത് ടേസ്റ്റ് നീ കുഴപ്പമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം. ഞങ്ങളുടെ ഫാമിലിയിൽ കൊച്ചു വിശേഷമായിട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബൈ.